Hello friends, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിലൊരു ഫേസ് പാക്ക് ഉണ്ട്, പിന്നെ വന്നിട്ട് നമ്മുടെ നെക്ക് ഉണ്ടല്ലോ, നെക്ക് ഇങ്ങനെ വല്ലാണ്ട് തടിച്ച് ഇടുങ്ങിയിരിക്കുന്നവർക്കുള്ള എക്സസൈസ്. അതായത് വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ കോവിഡിന്റെ ഈ ഒരു എന്താ പറയുക കാലഘട്ടത്തിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് മൂന്ന് എക്സസൈസും കൂടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈൻസ് ഒക്കെ ഇല്ല, ഇങ്ങനെ നെക്കിൽ ലൈൻസ് ഉള്ളവർക്കും അതേപോലെ വല്ലാണ്ട് ഇങ്ങനെ ഇടുങ്ങി ഇരിക്കില്ലേ നമ്മുടെ ആ ഒരു നെക്ക് തടിച്ചൊക്കെ, അപ്പോൾ അവർക്ക് നെക്കൊന്ന് എന്താ ലെങ്ത്, അതായത് ഒരു വണ്ണം, ഒരു പാറ്റകൾ നടക്കണം. ഈ ലൈറ്റിലൊരു തരം പാറ്റ ഉണ്ടാവില്ലേ, അതിങ്ങനെ നടക്കുക ലൈറ്റിൽ. അപ്പോൾ അങ്ങനെ തടിച്ചിരിക്കുന്നവർക്ക് വണ്ണം കുറയാനും നെക്ക് കുറച്ച് ലെങ്ത് തോന്നിക്കാനായിട്ടുള്ള ഒരു എക്സസൈസ് ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി സെപ്പറേറ്റ് വീഡിയോ ആക്കേണ്ട കാര്യം തോന്നി. അപ്പോൾ ഈ പാക്ക് ചെയ്യുന്നതിനിടെ കൂടെ നമുക്ക് എക്സസൈസും കൂടി കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ പാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഉഴുന്നിന്റെ പാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അന്ന് ഞാൻ ബദാമൊക്കെ ഇട്ടിട്ടാണ് കാണിച്ചത്. അപ്പോൾ അന്ന് കുറേ പേര് പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബദാം ഇല്ല, കയ്യിലില്ല, പിന്നെ എക്സ്പെൻസീവ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിലുള്ള നമ്മുടെ മൂന്ന് ഇൻഗ്രീഡിയന്റ് ഇപ്പൊ എല്ലാവരുടെ വീട്ടിലുണ്ടാവും, ആ 3 ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പാക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നമ്മുടെ ഫേസിൽ ആ ഒരു എന്താ പറയുക കരിവാളിപ്പ് മാറ്റുകയും അതേപോലെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കൊക്കെ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് കൂടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്റെ പേര് രോഷിനി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് പാക്ക് ഫേസിലിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ കാണിക്കാം. നമുക്ക് വേണ്ടത് 3 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ എന്തൊക്കെയാണെന്നുള്ളത്? ഒന്നാമത്തെ വന്നിട്ട് നമ്മുടെ ഉഴുന്നാണ്. ഉഴുന്ന് എല്ലാവരുടെ വീട്ടിലേക്ക് ഉണ്ടാവില്ലേ. രണ്ടാമത് വന്നിട്ട് പരിപ്പാണ്, നമ്മൾ സാമ്പാർ വെക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യെല്ലോ കളറായിട്ടുള്ള പരിപ്പില്ലേ നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്നത്, ആ പരിപ്പാണ്. മൂന്നാമത് വന്നിട്ട് നമ്മുടെ പച്ചരിയാണ്. ഓക്കെ, അപ്പൊ പച്ചരി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി ആണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെക്കണ്ട. ഇതിന് 3ഉം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി ഏകദേശം ഒരു 1 മണിക്കൂറിന്റെ അടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ, അതായത് ഇത് നന്നായി കഴുകിയിട്ടാണല്ലോ നമ്മൾ കുതിർത്താനിടുക. അപ്പൊ ആ ഒരു വെള്ളം കംപ്ലീറ്റ് എടുക്കണ്ട, കുറച്ചെടുത്ത് നന്നായിട്ട് വെണ്ണ പോലെ പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക. വേറെ ഒന്നും വേണ്ട. അപ്പൊ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വല്ലപ്പോഴും ഒന്ന് അപ്ലൈ ചെയ്തും കൊടുക്കാം. കാരണം അവരും ഈ എന്താ പറയാ ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടിട്ട് എന്തെങ്കിലും ടാനും കാര്യങ്ങളൊക്കെ കൈമയും കാലുമയും അതേപോലെ ഫേസിലൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന. അപ്പൊ നമുക്കിതൊന്ന് ഫേസിലിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫേസിലിടാം. അപ്പോൾ ഫേസിലിടുമ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പം ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഫേസിൽ ചെയ്തിട്ടില്ല, മോയ്സ്ചറൈസിങ്ങും ചെയ്തിട്ടില്ല. ഞാൻ നേരെ ഹെയർ വാഷ് ചെയ്തിട്ട് കുളി കഴിഞ്ഞിട്ടിരിക്കുക, ഹെയർ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഫേസിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഫേസിൽ നമുക്ക് ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ എക്സസൈസും കൂടി ഞാൻ പറയാം കേട്ടോ, കാണിച്ചു തരാം. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക്, പിന്നെ നമ്മുടെ ഈ പുരികക്കൊടികളില്ലേ, അതായത് പുരികം, ഐബ്രോസ് അത് ജസ്റ്റ് നമുക്കൊരു ഷേപ്പ് കിട്ടാൻ കൂടിയിട്ടുള്ള ഒരു എക്സസൈസും കൂടിയിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതും കൂടിയിട്ട് കാണാം. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാം, വളരെ സിമ്പിൾ. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും ഓൾറെഡി. പിന്നെ നമ്മുടെ നെക്കിനൊക്കെ അതൊരു റിലീഫാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. കംപ്ലീറ്റ് ഇട്ടിട്ട് അതൊന്ന് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് എക്സസൈസ് കാണാം. അപ്പോൾ നമ്മൾ വീട്ടിൽ TV കാണാതിരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർബ് എക്സസൈസ് ആണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നല്ല സമയമുണ്ട് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് നെക്കിലിട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാല് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ സംസാരിക്കാതിരിക്കാന്നാണ് പറയുക. പക്ഷെ ഞാൻ ഇന്ന് എന്തായാലും സംസാരിക്കുന്നുണ്ട്, കാരണം ഇതിന് വേണ്ടി ഇനി വേറെ ടൈം എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പാക്ക് ഇട്ടിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പൊ ഞാനൊരു മുൻകൂറായിട്ട് പറയാണ്, പാക്ക് ഇട്ടിട്ട് ചെയ്യരുത്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ സംസാരിക്കും കൂടി ചെയ്യില്ല എൻ്റെ കൂടെ. മെയിനായിട്ട് നമുക്ക് പാക്ക് ഇട്ടാൽ സംസാരിക്കരുത്, അതാണ് നമ്മുടെ ഒരു ഇത്. അല്ലാതെ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, സംസാരിക്കാതിരുന്നാൽ മതി. കാരണം വല്ലാതെ സംസാരിക്കുമ്പോൾ അത് ചുളിവുകളൊക്കെ അവിടെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ സംസാരിക്കരുതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ എഗ് പാക്ക് അങ്ങനെയുള്ള പാക്കുകൾ ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്.
റിങ്കിൾസ് വരാനായിട്ടേ നമ്മളായിട്ട് കാരണം വേണ്ട, കാരണമാക്കണ്ടല്ലോ നമ്മുടെ ഫേസിൽ. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ അളവുകൾ പറഞ്ഞില്ലല്ലോ. അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 2 ടീസ്പൂൺ നമ്മുടെ ഉഴുന്നെടുക്കുക, ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ പരിപ്പെടുക്കുക, 1 ടീസ്പൂൺ അരിപ്പൊടി എടുക്കുക. ഇത്രയും മതി. അപ്പം ഞാൻ കൂടുതൽ എടുത്തു, കാരണം കുതിർത്തിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് അരച്ചിട്ടുണ്ട്. അപ്പം അതിന് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ അളവിൽ എടുക്കുക കേട്ടോ. അപ്പം നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും ഇത് വാഷ് ചെയ്യുമ്പോൾ. അപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കുറേ പേരായിട്ട് ചോദിക്കുന്നില്ലേ, അതായത് ഈ കാക്കപ്പുള്ളി അതുപോലെ തന്നെ ബ്രൗൺ സ്പോട്ട് ഇതൊക്കെ പോവാനായിട്ടുള്ള വീഡിയോ. അപ്പം ഞാൻ കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടുണ്ട് മഞ്ഞളും തുളസിയും വെച്ചിട്ട്, പക്ഷെ അതങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഫക്റ്റീവ് ആയിട്ടില്ല. കുറേ പേര് പറഞ്ഞു എഫക്റ്റീവ് അല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. കുറേ പേർക്കുള്ള പ്രശ്നമാണ് ബ്രൗൺ സ്പോട്ട് അതുപോലെ തന്നെ കാക്കപ്പുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം, അതാണ് മസ്റ്റ്. അപ്പം നാളെ എന്തായാലും അത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ എന്താ പറയാൻ പോണെന്ന് വെച്ചാൽ, നമ്മുടെ നെക്കിന് വേണ്ടിയിട്ടുള്ള നെക്ക് നമുക്ക് എന്താ പറയുക തടിച്ചിടിഞ്ഞിരിക്കുന്ന ലെങ്ത് കുറവായിട്ട് ഇങ്ങനെ അങ്ങനെ നമ്മുടെ നെക്ക് ഇങ്ങനെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ അധികം തടിയുള്ള പോലെ തോന്നും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. ആദ്യം നേരെ മുകളിലേക്ക് നോക്കാം. അപ്പം എൻ്റെ കഴുത്തിൽ ശരിക്കും ഫേസ് പാക്ക് ആയിട്ടില്ല കേട്ടോ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ശരിക്കും ഇട്ടിട്ടുണ്ട്. പിന്നെ നേരെ താഴത്തേക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും റൈറ്റോ ലെഫ്റ്റോ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ നേരെ കറക്കിയിട്ട് തല അങ്ങനെ കറക്കിയെടുത്ത് വീണ്ടും കൊണ്ടുവരാം സെൻറ്ററിലേക്ക്. വീണ്ടും മുകളിലേക്ക് നോക്കാം, താഴത്തേക്ക് നോക്കാം. ഇതുപോലെ നമ്മൾ 2 ഷോൾഡറിൻ്റെ സൈഡിൽ കൂടെയും കൊണ്ടുവരാം, പിന്നെ നേരെ സെൻറ്ററിലേക്ക് വരാം. ഇങ്ങനെ നമ്മൾ ഡെയിലി 10 പ്രാവശ്യം ചെയ്യാം കേട്ടോ. പ്രാവശ്യം സാവധാനത്തിൽ ഡെയിലി ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. നമ്മുടെ ഈ ഒരു ലൈൻസ് ഒക്കെ ഇല്ലേ, നമ്മുടെ കഴുത്തിലുള്ള ലൈൻസ് മാറാനായിട്ട്. അടുത്തത് വന്നിട്ടുള്ളത് നമ്മുടെ ഐബ്രോസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഈ പാക്ക് വാഷ് ചെയ്തിട്ട് കാണിക്കാം, കാരണം അത് മനസ്സിലാവില്ല പാക്ക് ഇട്ടതുകൊണ്ടേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് കാണാം. നമ്മുടെ ഫേസ് പാക്ക് അപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫേസിൽ ഇട്ടിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. നമ്മളപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസിൽ നല്ലൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ഉഴുന്ന് ചേർത്തിട്ടുണ്ട്, പിന്നെ പച്ചരി ചേർത്തിട്ടുണ്ട്, പിന്നെ വന്നിട്ട് നമ്മുടെ എന്താ പറയുക പരിപ്പ് ചേർത്തിട്ടുണ്ട്, മഞ്ഞപ്പരിപ്പ്. അപ്പോൾ ഒരു ചുവപ്പ് കളറില്ലേ മസൂർ ദാൽ, അത് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാട്ടോ. ഇപ്പം നമുക്ക് ഈ ഒരു എന്താ പറയുക ഇഷ്യൂ വന്നുകൊണ്ട് നമുക്ക് അതൊന്നും മേടിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ സാധാരണ യെല്ലോ കളറുള്ള പരിപ്പ് എടുക്കാം. അപ്പോൾ ഇത് 3ഉം സ്കിൻ ലൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അരിയാണെങ്കിലും പച്ചരി ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഉഴുന്ന് നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. നമുക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ പാക്കാണ്. നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു കരിവാളിച്ചൊക്കെ ഇരിക്കില്ലേ ഫേസ്, നമ്മൾ വെയിലൊക്കെ കൊണ്ടുവരുമ്പോൾ അപ്പം ഇട്ടുകൊടുക്കാൻ പറ്റിയ അടിപൊളി പാക്കാണ്. അപ്പം ഇട്ടുകൊടുക്കാൻ നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ബദാം കയ്യിലില്ലെങ്കിൽ ഉഴുന്നും ബദാം കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ എക്സസൈസ് ചെയ്യാം. നമ്മുടെ പുരുകത്തിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഇപ്പം എൻ്റെ പുരുകം വലിയ ഷേപ്പായിട്ട് ഇരിക്കുന്നതെന്നല്ല, എങ്കിലും വലിയ ഷേപ്പ് ഉണ്ടെന്ന് ഞാൻ പറയണില്ല, എങ്കിലും അത്യാവശ്യം കുറച്ച് ഷേപ്പ് വേണം. ഇങ്ങനൊരു ഈ ഒരു ഷേപ്പ് ചിലർക്ക് ഉണ്ടാവില്ല, അങ്ങനെ നേരെ ആവും ചിലവരെ പുരുകങ്ങളിരിക്കുക. ഒരു കുഞ്ഞൊരു റാ പോലെ ഉണ്ടെങ്കിലല്ലേ കുറച്ച് ഭംഗി ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ കണ്ണടയ്ക്കുക, കണ്ണിങ്ങനെ വലിച്ചു തുറക്കുക, കണ്ണടയ്ക്കുക, കണ്ണ് വലിച്ചു തുറക്കുക. അപ്പം നമ്മളെ പുരുകങ്ങൾ ഈ ഒരു രീതിയിൽ നിൽക്കും, കണ്ടോ? ചിരിക്കരുതിട്ടാരും. കണ്ണടയ്ക്കുക, കണ്ണ് വലിച്ചു തുറക്കുക. പക്ഷെ വലിച്ചു തുറക്കുമ്പോൾ നമ്മുടെ നെറ്റി ഇങ്ങനെ ചുളിയാൻ പാടില്ല, കണ്ടില്ലേ? ഈ ലൈൻസ് വരാൻ പാടില്ല. കണ്ണടയ്ക്കുക, വലിച്ചു തുറക്കുക, കണ്ണടയ്ക്കുക, വലിച്ചു തുറക്കുക, കണ്ണടയ്ക്കുക, വലിച്ചു തുറക്കുക. നെറ്റി ചുളിയണില്ല, പുരുകങ്ങൾ മാത്രം നമ്മൾ ഉയർത്താം. കണ്ണടച്ച് വലിച്ച് തുറക്കുമ്പോൾ നമ്മുടെ പുരുകം സ്വാഭാവികമായും പൊന്തും. അത് നമുക്ക് എത്ര സമയം ചെയ്യാൻ പറ്റുമോ അത്രയും സമയം ചെയ്യാം. ഇപ്പം നമ്മൾ വീട്ടിലിരിക്കില്ല വെറുതെ,
അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ ടിപ്സ് ആണ് നമ്മുടെ. പക്ഷെ നമ്മുടെ പുരികത്തിന് നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ഫേസ് യോഗ പോലെ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. നമുക്ക് ആ ഒരു പുരികം റാ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. വെറുതെ എത്ര സമയം നമ്മൾ വെറുതെ കളയണം വീട്ടിലിരുന്നിട്ടില്ല ഈ ഒരു സമയത്ത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ചെയ്തൂടെ. നെക്കിനാണെങ്കിൽ നെക്ക് നമുക്ക് നല്ലൊരു ഇങ്ങനെ, ഞാൻ ഇങ്ങനെ കുരിഞ്ഞിരിക്കുന്ന കാരണം കേട്ടോ നെക്ക് ഇടുങ്ങിയ പോലെ ഇരിക്കണം. ഞാൻ സോഫയുമാണ് ഇരിക്കണേ, അതുകൊണ്ടാണ്. അതിങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ എയർ അടിക്കുന്ന സോഫയില്, അതാണ് കേട്ടോ സംഗതി. കണ്ടോ, അതിങ്ങനെ ആടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് താഴ്ന്നിട്ട്. അപ്പൊ എന്റെ നെക്ക് അത്യാവശ്യം എന്താ പറയുക ലെങ്ത് ഉള്ളതാണ്. ആ ഒരു എന്താ പറയാ, പിന്നെ ലൈൻസ് ഒന്നും കാര്യമായിട്ടില്ല വേണ്ടില്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി, നമുക്ക് ആ ഒരു വ്യത്യാസം കിട്ടും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കമന്റ്സിന് എനിക്ക് എല്ലാം റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കമന്റ്സ് ആണ് മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ആ ലിപ്സിന്റെ ഞാൻ മിനിയാന്നിട്ട വീഡിയോയ്ക്ക് എനിക്ക് ഒരു 2-3 അവർ ആവുമ്പോഴേക്കും 1 അവർ ആവുമ്പോഴേക്കും 1K കമന്റ്സ്, അതായത് 1000 കമന്റ്സ് ആയി. അപ്പൊ അതുകൊണ്ട് എനിക്കത് എല്ലാം വായിച്ചെത്തിക്കാൻ പറ്റില്ല. 1 മണിക്കൂർ കൊണ്ടാണ്. ഇപ്പൊ അതിന്റെ ഇരട്ടിയായി തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടി പറ്റുന്നില്ല. അപ്പൊ അതാണ് കേട്ടോ അങ്ങനെ ലേറ്റ്. ചിലവർക്ക് ഞാൻ അങ്ങനെ കുറച്ച് സമയം വിട്ടാണ് കമന്റ് റിപ്ലൈ കൊടുക്കാറ്. അപ്പൊ ചിലർ വിചാരിക്കും കുറച്ച് പേർക്ക് കൊടുത്തു കുറച്ച് പേർക്ക് തന്നില്ല എന്ന്. ചിലപ്പോൾ അതിൽ വിട്ടുപോകും. പിന്നെ ഒരേ ചോദ്യം തന്നെ കുറെ പ്രാവശ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കൊടുക്കാറില്ല. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെ കമന്റ്സ് നോക്കി അതിൽ തന്നെ ഉണ്ടാവും. ഒരേ ചോദ്യം തന്നെ കുറെ പേര് 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കിയാൽ മതി. അപ്പൊ അതിൽ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.